ദക്ഷൻ യാഗം നടത്തിയ ഭൂമി. മകൾ സതിയുടെ ഭർത്താവിനോടുള്ള വിരോധം മൂലം സ്വന്തം മകളെ ഒഴിച്ച് 3 ലോകത്തെ ജനങ്ങളെ മൊത്തം ക്ഷണിച്ച ആർഭാടമായ യാഗം. തൻ്റെ പിതാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കാൻ സതി യാഗത്തിന് പോകാൻ ഒരുങ്ങി. പോകാനൊരുങ്ങിയ സതിയെ തടഞ്ഞു നിർത്തി പരമശിവൻ പറഞ്ഞു, അവിടെ പോവണ്ട, അപമാനം നേരിടും. ഇതൊന്നും കൂട്ടാക്കാതെ യാഗഭൂമിയിലേക്ക് പോയ സതിക്ക് കൊടിയ അപമാനം താങ്ങേണ്ടി വന്നു. അവിടെ വെച്ച് സതി അഗ്നിയിൽ ചാടി ജീവനൊടുക്കി. വിവരമറിഞ്ഞ പരമശിവൻ കലി പൂണ്ട് ദക്ഷന്റെ ശിരസ് വെട്ടി യാഗാഗ്നിയിൽ ദഹിപ്പിച്ച ആ സ്ഥലമാണ് ഇന്നത്തെ കൊട്ടിയൂർ ക്ഷേത്രം. 1 മാസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ആവശ്യമായ വിളക്കുതിരികളുമായി വിളക്കുതിരി സംഘം കൊട്ടിയൂരേക്ക് പുറപ്പെട്ടു. വയനാട് ജില്ലയുമായി ചേർന്നു നിൽക്കുന്ന കൊട്ടിയൂരിനെ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ 2 ക്ഷേത്രങ്ങളെ ചുറ്റിയാണ് ഒഴുകുന്നത്. ബാവലിപ്പുഴ കൊട്ടിയൂരിനെ 2ആയി മുറിക്കുന്നുവെന്നും പറയാം. തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും നിലകൊള്ളുന്നു. വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. ഈ സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജകൾ ഉണ്ടാവില്ല. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ മനുഷ്യന്മാരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവം എന്നിങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ഭാഗം കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.